ഹായ് ഓൾ, നമ്മളിന്ന് സിൽക്ക് ത്രെഡാണ് എടുത്തിരിക്കുന്നത്. സിൽക്ക് ത്രെഡ് ചെയിനാണ് ചെയ്യുന്നത്. ഞാൻ അതിനായിട്ട് 2 സിൽക്ക് ത്രെഡ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇത് ചെയിന് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഈ 2 ത്രെഡും കൂടെ കൂട്ടിക്കെട്ടണം. കൂട്ടിക്കെട്ടിയതിന് ശേഷം നമ്മളത് നന്നായിട്ട് നമ്മൾ സാധാരണ നോർമൽ ചെയ്യുന്ന പോലെ തന്നെ 2 ത്രെഡുകൾ തമ്മിൽ കൂട്ടിക്കെട്ടുക. അപ്പോൾ സിൽക്ക് ത്രെഡ് 2 എണ്ണം വേണം, 1 പോരാ, 2 എണ്ണം എടുത്ത് ഇതുപോലെ കൂട്ടിക്കെട്ടണം. അതിന് ശേഷം നമ്മൾ ആദ്യം ചെയിൻ കുത്തിയെടുക്കുവാണ്. ചെയിൻ ആദ്യത്തെ സ്റ്റിച്ച് എടുത്തു. അതിനുശേഷം നമ്മൾ വീണ്ടും നീഡിൽ കുത്തിയിറക്കി നമ്മൾ ചെയിനാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ത്രെഡ് വെച്ച് ചെയ്യാം, അതായത് 2 കളർ ത്രെഡ് വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. നിങ്ങൾക്ക് ആദ്യം മനസ്സിലാകാൻ വേണ്ടി നിങ്ങൾ എടുക്കുന്നത് കറക്റ്റാണോ എന്നറിയാൻ. അത് നല്ല എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ സാധാ ത്രെഡ്, നമ്മുടെ 2 ഒരേ കളർ ത്രെഡ് വെച്ച് ചെയ്താൽ മതി. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 2 കളർ ത്രെഡ് വെച്ചെടുത്ത് ചെയ്യാം. അപ്പോൾ ഇതുപോലെയാണ് ചെയിൻ ഇടുന്നത്. ഓരോ സ്റ്റിച്ച് എടുക്കുമ്പോൾ നമ്മൾ നല്ല 2 ത്രെഡും ലൂസായിട്ട് കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ചെയിൻ ചെയ്യാൻ പറ്റും, കറക്റ്റായിട്ട് ചെയിൻ ചെയ്ത് വരാൻ പറ്റും. നമുക്കതിനായിട്ട് ഓരോ സ്റ്റിച്ചും, അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് സിൽക്ക് ത്രെഡ് ഇച്ചിരി ടഫാന്നുള്ളത് പറയുന്നുണ്ട് സാധാരണയായിട്ട്. പക്ഷേ സിൽക്ക് ത്രെഡ് നമ്മൾ കറക്റ്റായിട്ട് എടുക്കേണ്ട രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ ആ നീഡിലിൻ്റെ ഇത് കറക്റ്റായിട്ട് വന്നു. അതായത് നമ്മൾ കുത്തുമ്പം കറക്റ്റ് സ്ട്രെയിറ്റ് പിടിക്കുക, അതിൻ്റെ പോയിൻ്റ് സ്ട്രെയിറ്റ് പിടിക്കുക, കുത്തുക, ലെഫ്റ്റ്, നമ്മൾ കുത്തുക, ചുറ്റുക, ലെഫ്റ്റ്. ഇത് മാത്രം നിങ്ങൾ മനസ്സിൽ വിചാരിച്ചാൽ മതി. നമുക്ക് കറക്റ്റായിട്ട് അത് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് നമ്മൾ സാധാരണ പോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ലാസ്റ്റ് ഒരു ചെയിനും കൂടി എടുത്ത് പിന്നെ നമ്മളൊരു ലോക്കും കൂടി എടുക്കും. അതിനു വേണ്ടി നമ്മൾ സാധാരണ ലോക്ക് ചെയ്യുന്ന പോലെ തന്നെ സിൽക്ക് ത്രെഡ് ലോക്ക് ചെയ്ത് ക്ലോസ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.